Hi friends, welcome to Competitive Cracker. My name is Vaishak. So today we will discuss about concept of continuum. Concept of continuum in the topic in thermodynamics and fluid mechanics but more or less it has the same ideology. Okay, but for the explanatory thing I am using the concept of thermodynamics. But thermodynamics the concept is fluid mechanics. Okay, so now we'll see what is the concept of continuum. Okay. So, നമുക്കറിയാം thermodynamics study നടത്തുമ്പോൾ രണ്ട് രീതിയിലുള്ള സ്റ്റഡിയാണ് നമ്മൾ അപ്പോഴുള്ളത്. ഒന്ന് നമ്മൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഒന്ന് മാക്രോസ്കോപ്പിക് സ്റ്റഡി. അപ്പോൾ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഒരു മോളിക്യൂൾ ഒരു സ്റ്റഡിയിൽ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു സിസ്റ്റത്തിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റഡീനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്യാസ് certain amount of gas at a specific region. അപ്പോൾ ആ ഒരു സ്ഥലത്തെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ we will be considering as a whole. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു അയൺ പീസിനെ പറ്റി നമുക്ക് ഒരു ഹീറ്റ് എനർജി സ്റ്റഡി നടത്തണം. അപ്പോൾ അങ്ങനെ എനർജി സ്റ്റഡി നടത്തണമെങ്കിൽ ആ അയൺ പീസ് മൊത്തമായിട്ട് നമ്മളൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ള എനർജി ട്രാൻസാക്ഷൻസ് നോക്കുന്നു അല്ലേ. അപ്പോൾ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി എനർജീസ് ഹാപ്പനിങ് ഇൻ ദി മോളിക്കുലർ ലെവൽ. അപ്പോൾ മോളിക്കുലർ ലെവലിലുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഒരു ട്രാൻസ്മിഷൻസും അതുപോലെ എനർജി മൂവ്മെൻറ്റ് ഒന്നും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ കൺസിഡറിങ് ദി മോളിക്കുലർ ലെവൽ ഇഫക്ട്സ്, ഒരു മോളിക്കുലർ ലെവലിലുള്ള എഫക്ട്സ് പറയാം. നമുക്കൊരു മോളിക്യൂൾസ് ഇൻ ദി മോളിക്കുലർ ലെവൽ മേ ബി ഇൻ ദ ആറ്റമിക് ലെവൽ ആണെങ്കിലും ഇറ്റ് മേ ബി മൂവിങ് ഇൻ എ റാൻഡം വേ റൈറ്റ്. അതിൽ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കാം അല്ലേ, അതിന് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടായിരിക്കാം. സോ വി ആർ നോട്ട് അക്കൗണ്ടിങ് ഓൾ ദോസ് തിങ്സ്. ഇൻ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ നമുക്കറിയാം ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിൻ്റെ മോളിക്കുലർ ഇഫക്ട്സും കൂടെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു അയൺ പീസിനെ എടുക്കുകയാണെങ്കിൽ earlier we were considering as a system as a whole. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു അയൺ പീസിനെ നമ്മളൊരു മോളിക്കുലർ ലെവലിൽ കൺസിഡർ ചെയ്ത് ആ മോളിക്കുലർ ഇഫക്റ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡി നടത്തുന്നത്. സോ ഇഫ് യു ആർ ക്യാരിങ് ഔട്ട് എ സ്റ്റഡി ഇൻ വിച്ച് വി ആർ അക്കൗണ്ടിങ് the molecular effects, then that kind of study we call it as a microscopic approach. Okay, so in microscopic approach നടത്തുമ്പോഴത്തേന് മാക്രോസ്കോപ്പിക് അപ്രോച്ചിനേക്കാൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഐ വിൽ ഗിവ് സം എക്സാമ്പിൾസ് കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദ റീസൺ ഈസ് ദാറ്റ് ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം ആസ് എ ഹോൾ എടുക്കുമ്പോഴത്തേന് നമുക്കൊരു പ്രോപ്പർട്ടീസ് കാണും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ച് when it comes to the molecular level. ഇതേ പ്രോപ്പർട്ടി നമ്മൾ മോളിക്കുലർ ലെവലിൽ വേറെ രീതിയിലായിരിക്കും ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ വെൻ എ പ്രോപ്പർട്ടി ഈസ് ഡിഫൈൻഡ് ഇൻ ദ മാക്രോസ്കോപ്പിക് ലെവൽ, ദാറ്റ് സെയിം പ്രോപ്പർട്ടി വെൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓർ വെൻ വി അക്കൗണ്ട് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ദി മോളിക്കുലർ ലെവൽ ദ തിങ്സ് മേ ഗെറ്റ് ഡിഫറെൻറ്റ്. ബിക്കോസ് ആ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കറിയാം മൈക്രോസ്കോപ്പിക് ഇഫക്റ്റിൽ അതിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം, കൊളീഷൻ ഇഫക്ട്സ്, ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി അക്കൗണ്ടഡ്. അപ്പം ഒരു മോളിക്കുലർ ലെവലിൽ നമുക്കറിയാം ഒരു മോളിക്യൂൾ അല്ലെ ഒരു ആറ്റമോ ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ, ഇറ്റ് ഈസ് റാൻഡംലി മൂവിങ് അല്ലേ. ഓരോ സെക്കൻഡിലും പല ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്താണ് പോകുന്നത് അല്ലേ. സോ വി കനോട്ട് ഹാവ് എ പ്രിസൈസ് വാല്യൂ ഫോർ ഹാവ് എ പ്രോപ്പർട്ടി. അപ്പോൾ ആ ഒരു സമയത്തെ പ്രോപ്പർട്ടി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ ഇൻ ഓർഡർ ടു അക്കൗണ്ട് ദാറ്റ് വി വിൽ ബി കളക്റ്റീവ്ലി ടേക്കിംഗ് ആൻ ആവറേജ് ഓഫ് ഓൾ ദിസ് പ്രോപ്പർട്ടി. അപ്പം അതിൻ്റെ കൈനറ്റിക് എനർജി ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എല്ലാം കൂടെ അക്കൗണ്ട് ചെയ്തൊരു പ്രോപ്പർട്ടി. ഇനി അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എല്ലാം കൂടെ ഒരു പ്രോപ്പർട്ടി. സോ അതിൻ്റെ ഒരു മോളിക്യൂൾ അടുത്ത മോളിക്യൂളും തമ്മിലുള്ള ഗ്യാപ്പുകൾ, അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ആവറേജ് എടുക്കുക. സോ അങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ ലെവലിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി ഒരു മെറ്റീരിയൽ സ്റ്റഡി ഒരു മാക്രോസ്കോപ്പിക്കൽ ഇഫക്റ്റിലാകുമ്പോൾ, അപ്പോൾ മാക്രോസ്കോപ്പിക്കൽ ഇഫക്റ്റ് ഫോർ എക്സാമ്പിൾ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ മെറ്റീരിയൽ. അപ്പോൾ ഏതൊരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസോ ഒരു ഗ്യാസോ ഏതെടുത്താലും ആ മെറ്റീരിയൽ ത്രൂ ഔട്ട് ദി വോളിയം വി കൺസിഡർ ദാറ്റ് ഇസ് യൂണിഫോം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു മെറ്റൽ പീസ് എടുക്കുകയാണ്, ആ മെറ്റൽ പീസിൻ്റെ ചെറിയൊരു വോളിയം, ഇപ്പോൾ ഇതുപോലത്തെ ഒരു വോളിയം നമ്മൾ ഈ ഭാഗത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദി പ്രോപ്പർട്ടീസ് വിൽ ബി പ്രിറ്റി സെയിം, എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. ബിക്കോസ് വി കൺസിഡർ ദി സിസ്റ്റം ഈ ഒരു മെറ്റൽ പീസിലുള്ള ഫുൾ ഈ ഒരു വോളിയം മൊത്തത്തിൽ നമ്മൾ യൂണിഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതേ ടെമ്പറേച്ചറിനായിരിക്കും ഈ എൻഡിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജിലുള്ള ഒരു പ്രഷർ തന്നെയായിരിക്കും ഈ ഫുള്ള് പ്രഷറും ഈ ഒരു പ്രഷറിലുള്ളത് അല്ലേ. ഇനി ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു
മെറ്റൽ പീസിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡെൻസിറ്റിയാണ്, അതേ ഡെൻസിറ്റി തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി നോക്കുകയാണ്, അതിനകത്ത് ഒരു തുള്ളി വെള്ളം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഡെൻസിറ്റി സെയിം ആണ്. ബിക്കോസ് വി കൺസിഡർ ദാറ്റ് ആസ് എ മാക്രോസ്കോപ്പിക് വ്യൂ. ഒരു മാക്രോസ്കോപ്പിക് ഇഫക്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിലെല്ലാം നമ്മളൊരു യൂണിഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വി ബിലീവ് ദാറ്റ് ഓൾ ആർ ഹാവിങ് സെയിം പ്രോപ്പർട്ടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളറിയാം പ്രോപ്പർട്ടീസ് ഡിഫൈൻസ്. ഇപ്പോൾ 3 പ്രോപ്പർട്ടീസ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡെൻസിറ്റി തന്നെ നമുക്കറിയാം. അപ്പോൾ വെൻ ഇറ്റ് കംസ് വിത്ത് ദിസ് സോളിഡ്, ഇപ്പോൾ ഒരു സോളിഡ് ആണെങ്കിൽ ഇതിൻ്റെ മാസ് ബൈ വോളിയം, ഇപ്പോൾ എത്രമാത്രം ഇതിന് മാസ് മീൻസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ അല്ലേ, എത്രമാത്രം മാറ്റർ പ്രസൻറ്റ് ഉണ്ട് അല്ലേ. സോ ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഡിവൈഡഡ് ബൈ ദി വോളിയം അല്ലേ, ഇതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. സോ ദാറ്റ് ഡിഫൈൻസ് ഹിസ് ഡെൻസിറ്റി. സോ ആസ് ഐ സെഡ് ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, ഏത് പ്രോപ്പർട്ടി ഏത് സൈഡ് എടുത്താലും അതിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സോ ദാറ്റ് ഡിഫൈൻസ് ദി പ്രോപ്പർട്ടി നോൺ as ഡെൻസിറ്റി. അപ്പം ദി ഡെഫിനേഷൻ ഓഫ് ഡെൻസിറ്റി ഇൻ മാക്രോസ്കോപ്പിക് approach we give as total mass divided by total volume. Similarly, pressure we define as force by area. ഇപ്പോൾ നമ്മളൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ എത്രമാത്രം ഏരിയയിൽ സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ എത്രമാത്രം അത് ഫ്ലൂയിഡ് എത്രമാത്രം ഇപ്പോൾ GH എന്നൊക്കെ നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ പറയും അല്ലേ. ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം ഇരിക്കുന്നത് നമ്മൾ GH എന്ന് പറയും. ഓൾ അതർ മാക്രോസ്കോപ്പിക് ഇഫക്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ ഇതിന് എങ്ങനെയാണ് പ്രഷർ ഡിഫൈൻ ചെയ്യുന്നത്? ദി വെയിറ്റ് അല്ലേ, വെയിറ്റ് ദാറ്റ് ഈസ് എ ഫോഴ്സ് ഇറ്റ് ഈസ് എക്സേർട്ടിങ്. So force divided by its area. So that is the pressure defined for that solid. Okay. Similarly, temperature ഇപ്പോൾ നമുക്കറിയാം, ടെമ്പറേച്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു മെഷറിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെഷറിംഗ് ഡിവൈസ് ലൈക്ക് തെർമോമീറ്റർ, if we keep the thermometer along with this one, we can see that it may show some values. So that measure is the amount of hotness. അപ്പോൾ ആ ഒരു മെഷർ എത്രമാത്രം ഹോട്ടാണ് എത്രമാത്രം കോൾഡ് ആണ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാക്രോസ്കോപ്പിക് ഇഫക്റ്റിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫീൽ ഇറ്റ്. അപ്പോൾ സം ഓഫ് ദി ഇപ്പോൾ നമുക്കറിയാം പ്രഷർ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ ഇതെല്ലാം നമുക്ക് സെൻസ് ഓർഗൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പം ദി സെൻസ് ഓർഗൻസ് സെൻസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഡിവൈസ് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി ഡിവൈസസ് വെച്ച് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റും. സോ ദി മെഷർമെൻറ്റ് of the properties can be easily done when we conduct a macroscopic. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു തെർമോഡൈനാമിക് സ്റ്റഡി എടുത്താലും നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യും, തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യുന്നു, വെയിങ് മെഷീൻ വെച്ച് അതിൻ്റെ മാസ് ഡിഫൈൻ ചെയ്യുന്നു, അതിൻ്റെ ലേറ്റർ വോളിയം വിത്ത് റെസ്പെക്ട് വോളിയം ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നു. ഇനി വേറെ ഏത് പ്രോപ്പർട്ടി ആയിരിക്കും, എൻതാൽപ്പി ആയിക്കട്ടെ, എൻട്രോപ്പി ആകട്ടെ, ഏത് പ്രോപ്പർട്ടിയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാക്രോസ്കോപ്പിക് ഇഫക്റ്റ്. നമുക്കറിയാം എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് H=U+PV. അപ്പോൾ ആ സമയത്ത് ഇൻറ്റേർണൽ എനർജി, പ്രഷർ, വോളിയം. സോ പ്രഷർ എല്ലാം നമ്മൾ മാക്രോസ്കോപ്പിക് പ്രഷറാണ്, വോളിയം എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് വോളിയമാണ്. സോ അതെല്ലാം നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ വി വിൽ ഗെറ്റ് എൻതാൽപ്പി ഇൻ മാക്രോസ്കോപ്പിക് വ്യൂ പോയിന്റ്. ഓക്കെ, സോ ഓൾ ദീസ് ക്യാൻ ബി. സോ നമുക്ക് പ്രഷർ, വോളിയം എല്ലാം നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി ഓരോ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസ് നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ വി കൺസിഡർ ദാറ്റ് ആസ് എൻ എ മാക്രോസ്കോപ്പിക് വ്യൂ. അപ്പോൾ ഒരു മാക്രോസ്കോപ്പിക് വ്യൂവിൽ കണ്ടുകൊണ്ടാണ് അതിനെ എടുത്തുകൊണ്ടാണ് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൗ മൈക്രോസ്കോപ്പിക്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഓൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ക്യാൻ ബി സെൻസ്ഡ് ഓർ മെഷേർഡ്. Okay, so the properties will be constant and continuous throughout the system or the sample which we consider. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തുള്ളി വെള്ളം എടുത്ത് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ആ തുള്ളി വെള്ളത്തിൽ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. അതിൻ്റെ പ്രഷർ സെയിം ആയിരിക്കും, ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, വോളിയം സെയിം ആയിരിക്കും. ഏത് സൈഡ് ഓഫ് ദി ഡ്രോപ്പ് എടുത്താലും നമുക്കത് സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, നൗ ദി തിങ്സ് മേ ഗെറ്റ് ഡിഫറെൻറ്റ് ഓർ നമുക്ക് ഒരു ചേഞ്ച് വരുന്നത് നമ്മൾ ഒരു മോളിക്കുലർ ലെവലിലോട്ട് പോകും. മോളിക്കുലർ ലെവലിലോട്ട് പോകുമ്പോൾ അറിയാം നമുക്ക് മോളിക്കുലാർസ് വിൽ ബി അറേഞ്ച്. സോ ഓൾ ദീസ് ആറ്റംസ് ഒരു ഏതെങ്കിലും ഒരു പാറ്റേണിലായിരിക്കും അല്ലേ. നമ്മളൊരു മോളിക്കുൽസ് ആണ്, മോളിക്കുൽസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. സോ ദിസ് ആണ് ദി ലാറ്റിസ് സ്പേസ്. ഓക്കെ, ലാറ്റിസ് സ്പേസ്. അപ്പോൾ ലാറ്റിസ് സ്പേസിൽ ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സ്ട്രക്ചർ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കാണും അല്ലേ. സോ നമ്മൾ ഒരു മെറ്റലെടുത്ത് അതിനെ നമ്മളൊരു സൂം ചെയ്യുക അല്ലേ, നമ്മളൊരു മൈക്രോസ്കോപ്പിൽ അണ്ടർ സൂം ചെയ്യും. ദെൻ വി ക്യാൻ ഗെറ്റ് അപ് ടു സം റീജിയൻ. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഇലക്ട്രോൺ സ്ട്രക്ചർ വരെ നമുക്ക് ലാറ്റിസ് സ്ട്രക്ചർ വരെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അല്ലേ. സോ ഇഫ് യു സൂം എ സോളിഡ് ഓർ എനി സബ്സ്റ്റൻസ് വി വിൽ എൻഡ് അപ്പ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സിനാരിയോ അല്ലേ. നമുക്കൊരു മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഇൻ എ പാറ്റേൺ, ഇൻ എ സർട്ടൺ പാറ്റേൺ പാക്കിംഗ് ഫാക്ടറിലെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലേ. നൗ സോ ഇഫ് യു കൺസിഡർ എ സ്മോൾ ഒരു സർട്ടൺ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടൺ വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസിൽ നമുക്കറിയാം മോളിക്യൂൾസ് വിൽ ബി റാൻഡംലി മൂവിങ്. നമുക്ക് അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ട് ഒരു മോളിക്യൂൾ ഇങ്ങോട്ട് പോകും, ഒരു മോളിക്യൂൾ ഇങ്ങോട്ട് പോകും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി റാൻഡംലി മൂവിങ്. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു
വ്യത്യാസം തന്നെ. സപ്പോസ് ഇഫ് യു കൺസിഡർ എ സ്മോൾ വോളിയം, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വോളിയം ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു കൺസിഡർ എ വോളിയം ഓവർ ഹിയർ, ഓക്കെ, സോ ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ്, എത്ര മോളിക്യൂളുണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആറ്റമിക് ലെവലാണെങ്കിൽ ആറ്റംസ്, മോളിക്കുലർ ലെവലാണെങ്കിൽ മോളിക്യൂൾസ്. അപ്പോൾ ഈ ഒരു വോളിയത്തിൽ ഒറ്റ മോളിക്യൂളുള്ളൂ അല്ലേ. സെയിം വോളിയം ഇഫ് യു കൺസിഡർ ഓവർ ഹിയർ, അപ്പോൾ നമുക്കറിയാം ഒരു 2 അല്ലേ, ഏകദേശം ഒരു 2 മോളിക്യൂളകത്ത് വരും അല്ലേ. സോ ദി പ്രോപ്പർട്ടീസ് എൻ്റയർലി ചേഞ്ച്. ഇവിടെ നമുക്കൊരു മാസ് എന്ന പ്രോപ്പർട്ടി ഒന്നോ ഉള്ളൂ, ഇവിടെ വരുമ്പോൾ മാസ് എന്ന പ്രോപ്പർട്ടി 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്തേക്കുന്ന ക്യൂബിന് ഒരു സ്പെസിഫിക് വോളിയം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന ഡെൻസിറ്റി വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ അതാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഡെൻസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് ഡിഫറെൻ്റ് ആയി വരും അല്ലേ. സോ വി ക്യാൻ സീ ദാറ്റ് ഇഫ് യു ഡിഫൈൻ ദ ഡെൻസിറ്റി ഓവർ ഹിയർ, ഡെൻസിറ്റി വിൽ ബി സ്മോളർ. ബട്ട് ഇഫ് യു ഡിഫൈൻ ദി സെയിം സാമ്പിളിൽ വേറെ പൊസിഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 2 മോളിക്യൂൾ വരുന്നുണ്ട് അല്ലേ. ആ 2 മോളിക്യൂൾ വരുന്നതുകൊണ്ട് ഡെൻസിറ്റി വിൽ ബി ചേഞ്ചിങ്. സോ നമ്മൾ എല്ലാ macroscopic property, if you try to define in the microscopic way, we can see that the things may get changed. Macroscopic property define properties we cannot define the same way in the microscopic effect. Okay, because the molecules will be randomly moving, right? So these molecules will be random. Since it is randomly moving, we cannot establish a pure or constant value. Okay. So we'll discuss certain examples. Okay. Okay. So this is what I say. Microscopic properties il namak eppoഴും properties fluctuate ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊരു ആ ഒരു മോളിക്യൂൾസിൻ്റെ പ്രസൻസ്, അപ്പോൾ നമ്മളൊരു certain വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഏതെങ്കിലും ഒരു സ്പേസ് അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്പേസിൽ മോളിക്യൂൾസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ദി പ്രസൻസ് ഓഫ് ദോസ് മോളിക്യൂൾസ് വിൽ എൻഷുർ how much is the property. Okay, property define ചെയ്യാൻ വേണ്ടി നമുക്ക് ആ മോളിക്യൂൾസിൻ്റെ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും. സോ ദി പ്രോപ്പർട്ടി ഡിഫൈൻഡ് വിത്ത് ദി സെയിം കോൺസെപ്റ്റ് വാട്ട് വി ഡിഫൈൻഡ് ഇൻ ദി മാക്രോസ്കോപ്പിക് ഇഫക്റ്റ് വോണ്ട് വർക്ക് ഔട്ട് ഹിയർ. ഓക്കെ, നമ്മൾ മാക്രോസ്കോപ്പിക് വ്യൂവിൽ ഇപ്പോൾ നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ആ ഒരു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ വർക്ക് ഔട്ട് ആകത്തില്ല അല്ലെ. ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദി എമൗണ്ട് ഓഫ് ദി മാസ് ബൈ വോളിയം. ആ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി പല സ്ഥലത്തും പലതാണ് കാണിക്കുന്നത്. സോ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ആ ഒരു ഡെഫിനിഷൻ വെച്ച് നമുക്ക് മൈക്രോസ്കോപ്പിക് ഇഫക്റ്റിൽ നമുക്ക് പറ്റില്ല അല്ലേ. സോ ദി പ്രോപ്പർട്ടീസ് വോണ്ട് ബി കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ദ സിസ്റ്റം. സോ മാക്രോസ്കോപ്പിക് ഇഫക്റ്റിലും മൈക്രോസ്കോപ്പിക് ഇഫക്റ്റിലും മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇതാണ്. മൈക്രോസ്കോപ്പിക് ഇഫക്റ്റിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി, മൈക്രോസ്കോപ്പിക് ഇഫക്റ്റിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഡെഫിനറ്റ് ആയിട്ട് മാക്രോസ്കോപ്പിക് ഡെഫിനിഷൻ വെച്ച് പറയാൻ പറ്റില്ല. സോ വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു ഹാവ് എ ഡിഫറെൻറ്റ് ഡെഫിനിഷൻ ഫോർ മൈക്രോസ്കോപ്പിക് ഇഫക്റ്റ്. അപ്പോൾ നമുക്ക് ഏത് പ്രോപ്പർട്ടി, ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അല്ലെ പ്രഷർ എന്ന പ്രോപ്പർട്ടീനെ അതിനെ മാക്രോസ്കോപ്പിക്കിൽ ഒരു ഡെഫിനിഷൻ കാണും, മൈക്രോസ്കോപ്പിക്കിൽ വേറെ ഡെഫിനിഷൻ കാണും. സോ അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്രോസ്കോപ്പിക് ആണെങ്കിൽ ദി പ്രഷർ ഹാവ് ടു ബി കൺസിഡർഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ, മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ ദി പ്രഷർ ഹാവ് ടു കൺസിഡർ ഇൻ അനദർ വേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പ്രഷർ മോളിക്കുലർ ഇഫക്ട്സ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഡെൻസിറ്റിയുടെ വേരിയേഷൻ നമുക്ക് കാണിക്കാം. ഓക്കെ, ഡെൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് എ മാസ് ബൈ വോളിയം അല്ലേ. സോ ആ ഡെഫിനിഷൻ വോണ്ട് വർക്ക് ഔട്ട് ചെയ്യാൻ നമ്മൾ ഒരു മോളിക്കുലർ ലെവലിൽ നമ്മൾ അതിനെ ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദിസ് സ്പേസ് ഓക്യുപ്പൈഡ്. ഇപ്പോൾ നമുക്കറിയാം എത്രമാത്രം പ്രസൻസ് ഓഫ് മോളിക്യൂൾ ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ദി വോളിയം, റൈറ്റ്, അതാണ് ഡെഫിനിഷൻ. സോ നമുക്കറിയാം വിൽ സി ഹൗ ദി ഡെൻസിറ്റി ഈസ് വേരിങ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്ക് മോളിക്കുലർ ഇഫക്റ്റിലോട് വരുമ്പോഴത്തേന് ചില സമയത്ത് മോളിക്യൂൾസിൽ ഡെൻസിറ്റി കൂടുതലുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു സർട്ടൺ വോളിയമാണ് എടുക്കുന്നത്, ആ സർട്ടൺ വോളിയത്തിൽ ചിലപ്പോൾ 1, 2, 3 മോളിക്യൂൾസ് വരുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ റേഷ്യോ വളരെ കൂടി വരും അല്ലേ. അപ്പോൾ അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇനിയും ചില സമയത്ത് ആ ഒരു വോളിയത്തിൽ ചിലപ്പോൾ മാസ് കുറച്ച് കാണത്തുള്ളൂ, ഒരു മാസ് കാണത്തില്ല, പക്ഷേ വോളിയം അപ്പം കൺസിഡർ ചെയ്തേക്കുന്ന വോളിയം. ഇപ്പോൾ ഈ കൺസിഡർ ചെയ്തേക്കുന്ന വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ വോളിയം ഇച്ചിരി കൂട്ടുക, ഈ വോളിയം കൂട്ടി അടുത്ത വോളിയം വീണ്ടും കൂട്ടി, അപ്പോൾ സർട്ടൺ ഒരു സമയം എത്തുമ്പോൾ we can see that the amount of matter or amount of molecules it can occupy and the volume, that value become constant അല്ലേ. അപ്പോൾ ഡെൻസിറ്റി വെച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു റീജിയൻ വെച്ച് അതിൽ നമ്മൾ അതിൻ്റെ വോളിയം ഇങ്ങനെ കൂട്ടി വന്ന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വോളിയം ആകുമ്പോൾ we cannot accommodate more molecules or atoms. ഓക്കെ, സോ ആ ഒരു മോളിക്യൂൾസിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ഉദ്ദേശിക്കാം, ആ ഒരു സമയം മുതൽ ദി മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ ഡെൻസിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് പ്രോപ്പർട്ടി എടുത്താലും, ഇപ്പം പ്രഷർ ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു സർട്ടൺ
പോയിന്റ്, ആ ഒരു പോയിന്റിൻ്റെ മേളിലോട്ട് അതിന് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ ഇപ്പം ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ മോളിക്കുലർ ലെവലിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ ആ മോളിക്കുലർ ലെവലിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ മേലോട്ട് വന്ന് ഒരു സർട്ടൺ സ്പേസ് എത്തുമ്പോഴത്തേന് ആ ഒരു സ്പേസ് എത്തുമ്പോഴത്തേന് ആ ഒരു വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ റിഗാർഡിങ് ദി ടെമ്പറേച്ചർ ലേറ്റർ. ഓക്കെ, ഐ വിൽ ടോക്ക് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത്. Yeah, we can see that the density is being constant. So, at a point, from that point at which the property is being constant, ആ ഒരു പോയിന്റ് മുതലാണ് നമ്മൾ വിൽ ടെൽ ദി കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം. സോ വി മേ കൺസിഡർ ദിസ് റീജിയൻ ഹാസ് എ കണ്ടിന്യൂസ് പ്രോപ്പർട്ടി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ്. അപ്പോൾ നമുക്കറിയാം ചെറിയൊരു വോളിയം ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്ത്, ആ വോളിയത്തിനെ വീണ്ടും കൂട്ടി ഒരു സർട്ടൺ സ്പേസ് എത്തുമ്പോൾ അല്ലെങ്കിൽ സർട്ടൺ പോയിന്റിലെത്തുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദി ഡെൻസിറ്റി ഓഫ് മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു റീജിയനാണ് നമ്മൾ കണ്ടിന്യൂം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം, അതായത് നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും യൂണിഫോം അല്ല ഹോമോജീനിയസ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി ക്യാൻ ബി അക്കൗണ്ട്, അതായത് നമ്മുടെ മാക്രോസ്കോപ്പിക് ഇഫക്റ്റ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇൻ ദി ഡൊമൈൻ ഓഫ് കണ്ടിന്യൂമിലാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് എന്താണ് മോളിക്കുലർ ഇഫക്ട്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്രഷറിന് നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞ ആ ഡെഫിനിഷൻ ഇറ്റ് വിൽ ബി ഓൺലി വാലിഡ് ഇൻ കണ്ടിന്യൂം, ഇറ്റ് ഈസ് നോട്ട് വാലിഡ് ഇൻ ദ മോളിക്കുലർ ഇഫക്റ്റ്. ഓക്കെ, സോ ദ റേഞ്ച് ഫ്രം വിച്ച് the substance has a continuous value of these properties is meant to be the domain of continuum. അപ്പോൾ അതാണ് ദി കണ്ടിന്യൂം എന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഏതൊരു പോയിന്റ് വെച്ച് നമ്മൾ ഒരു മാറ്ററിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷൻ മുതൽ മേലോട്ട് നമ്മൾ വിൽ ടെൽ ഇറ്റ് ഇസ് ദി ഡൊമൈൻ ഓഫ് കണ്ടിന്യൂം. സോ ഓൾ ദി മാക്രോസ്കോപ്പിക് ഇഫക്റ്റ് വിൽ ബി വാലിഡ് ത്രൂ ദാറ്റ്, ആ ഒരു കോൺസെപ്റ്റിൽ വാലിഡ് ആണ്. ഓക്കെ, സോ ദി പ്രോപ്പർട്ടി ഓഫ് ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ഹാസ് സെയിം വാല്യൂ ഫോർ ദി എൻറ്റയർ സബ്സ്റ്റൻസ്. അപ്പോൾ നമുക്ക് പ്രഷർ നമ്മൾ പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ദി എമൗണ്ട് ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, ആ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിന് എത്രമാത്രം ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ എല്ലാം ഇറ്റ് വിൽ ബി വാലിഡ് ഓൺലി വെൻ വി ഹാവ് എ മാക്രോസ്കോപ്പിക് ഇഫക്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി അണ്ടർ ദി ഡൊമൈൻ ഓഫ് കണ്ടിന്യൂം. ഓക്കെ, നൗ മാക്രോസ്കോപ്പിക് ഇഫക്റ്റ് ഞാൻ പറഞ്ഞു, മാക്രോസ്കോപ്പിക് ഇഫക്റ്റിലെ ഡെഫിനിഷനും മൈക്രോസ്കോപ്പിക് ഇഫക്റ്റ് ഡെഫിനിഷനും നമ്മൾ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടെൽ ഇൻ ടേംസ് ഓഫ് പ്രഷർ. ഓക്കെ, നമ്മൾ മാക്രോസ്കോപ്പിക് പ്രഷർ നമ്മളെപ്പോഴും എങ്ങനെ പറഞ്ഞത്, പ്രഷറിലെ മാക്രോസ്കോപ്പിക്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞത്. പക്ഷേ മൈക്രോസ്കോപ്പിക്കിൽ വരുമ്പോഴത്തേന് ദി സെയിം പ്രഷർ വി ക്യാൻ സേ ഇൻ ടേംസ് ഓഫ് ദി മോളിക്കുലർ ഇഫക്റ്റ്. സോ വാട്ട് മോളിക്കുലർ ഇഫക്റ്റ് ഈസ് ടേക്കൻ ഇൻ അക്കൗണ്ട്, വി ക്യാൻ സീ ദാറ്റ് ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഓരോ മോളിക്യൂൾസും മൂവ് ചെയ്യാണ്, റാൻഡംലി മൂവ് ചെയ്യാണ്. അപ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്, അപ്പോൾ അതിനൊരു മൊമെൻറ്റം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും ഉണ്ടല്ലേ. സോ എപ്പോൾ ഈ മോളിക്യൂൾസ് വന്ന് ഇതിൻ്റെ ബൗണ്ടറി, സോ ദിസ് ഈസ് അവർ സിസ്റ്റം ബൗണ്ടറി, ഇപ്പോൾ നമ്മൾ കൺസിഡർ സിസ്റ്റം ബൗണ്ടറിയിൽ ഇടിച്ച് അത് തിരിച്ച് ബോംബാർഡ് ചെയ്ത് തിരിച്ച് അത് ബൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഓക്കെ, ലൈക്ക് മൊമെൻറ്റം, കൈനറ്റിക് എനർജി ഓർ കൈനറ്റിക് മൊമെൻറ്റം. സോ ആ ഒരു കൈനറ്റിക് മൊമെൻറ്റം ചേഞ്ചിനെയാണ് നമ്മൾ പ്രഷർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. So the pressure, the same pressure what we define in the molecular, the macroscopic effect like force by area will be defined in terms of in terms of molecular effects. So that definition is given by is the average change in kinetic momentum of the molecules bombarding at the system boundary. അപ്പോൾ നമ്മൾ സിസ്റ്റം ബൗണ്ടറിയിൽ എത്രമാത്രം ചേഞ്ച് ഇൻ കൈനറ്റിക് മൊമെൻറ്റം, ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡെഫിനിഷൻ. സോ നമുക്ക് ഇത് റീജിയൻ ഓഫ് കണ്ടിന്യൂം അല്ല, ഇത് റീജിയൻ ഓഫ് മോളിക്കുലർ ഇഫക്ട്സ്. അപ്പോൾ റീജിയൻ ഓഫ് മോളിക്കുലർ ഇഫക്ട്സിൽ നമ്മൾ ഈ പറഞ്ഞ പ്രഷറിന് വ്യത്യാസമുണ്ട്. പ്രഷർ വിൽ ബി ഡിഫൈൻഡ് ഇൻ ദിസ് വേ. സെയിം വേ നമുക്കറിയാം ടെമ്പറേച്ചർ ഓൾസോ ഡിഫൈൻഡ് ഇൻ ഡിഫറെൻറ്റ് വേ. നമുക്ക് ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ വി മേ ടെൽ ഇറ്റ് ഇസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, എത്രമാത്രം ചൂടുണ്ട് എത്രമാത്രം തണുപ്പുണ്ട് എന്ന് കാണിക്കുന്നതാണ് അല്ലേ. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ഹീറ്റ് ഇറ്റ് ഹാസ്. സോ അതേ പ്രോപ്പർട്ടി when it comes to a molecular effects അറിയാം, നമുക്ക് molecules randomly മൂവ് ചെയ്യാണ്, ഇറ്റ് ഹാസ് എ കൈനറ്റിക് എനർജി. സോ ഓൾ ദീസ് കൈനറ്റിക് എനർജീസ് ആർ അക്കൗണ്ടഡ്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഒരു മോളിക്കുലർ ഇഫക്ട്സിൽ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് or it is the average kinetic energy for a സാമ്പിൾ. അപ്പോൾ ഒരു സാമ്പിളിൽ ഓരോ മോളിക്യൂൾസും മൂവ് ചെയ്യുന്ന സർട്ടൺ സ്പീഡിലേക്ക് അല്ലേ, ആ സ്പീഡിനെ അക്കൗണ്ട് ചെയ്തിട്ട് ആ സ്പീഡിൻ്റെ അതിൻ്റെ മൊത്തം കൈനറ്റിക് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി ഡെഫിനിഷൻ മേ കീപ് ഓൺ ചേഞ്ചിങ്. സോ റൗണ്ട് അബൌട്ട് വി ക്യാൻ സേ ദി പോയിന്റ് അറ്റ് വിച്ച്, അപ്പോൾ നമ്മൾ മോളിക്കുലർ ഇഫക്ട്സിലാണെങ്കിൽ
it is not the domain of continuum. Domain of continuum is specified at a space. ഒരു പോയിന്റ് മേലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോളിക്കുലർ ഇഫക്ട്സിൽ നിന്ന് നമ്മൾ മേലോട്ട് വോളിയം കൂടി ഒരു സർട്ടൻ സ്പേസ് എത്തുമ്പോഴത്തേന് വി ക്യാൻ കൺസിഡർ ദാറ്റ് ദി പ്രോപ്പർട്ടീസ് ഹാസ് ബീൻ. ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ഒരു സമയത്ത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഒരു റീജിയൻ എത്തുമ്പം, ഒരു മോളിക്കുലർ ഇഫക്റ്റിൻ്റെ ഒരു റീജിയൻ എത്തുമ്പോഴത്തേന് ആ ഒരു കൈനറ്റിക് എനർജി പ്രോപ്പർട്ടി, ദി ആവറേജ് സം ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ഈസ് ദി ഡൊമൈൻ ഓഫ് കണ്ടിന്യൂം ഫോർ ദാറ്റ് ഇഫക്റ്റ്. അപ്പം ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഓക്കെ, so that's all about concept of continuum. So we are newly starting a tech courses like assistant professor mechanical engineering, then assistant engineer, then lecturer in polytechnic. അപ്പോൾ ഇതുപോലെ ടെക് കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. So you can get the information from the number below. Okay, so these are the newly providing courses. So lecturer in polytechnic and assistant professor. Okay, so ഇതിൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഫേസിൽ വിൽ ഹാവ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ദെൻ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ്. അപ്പം നമുക്ക് ലെക്ചർ പോളിടെക്നിക്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറിനും ജനറലായിട്ട് വരുന്ന ഒരു കോഴ്സായിട്ടാണ്. അപ്പോൾ നമ്മൾ ബേസിക്സ് ആണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദീസ് കോഴ്സ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ. So the course will start on May 15th. Both courses, assistant professor in mechanical engineering as well as a lecturer in polytechnic, will be starting from new batch will be starting from May 15th. Okay, so for further information you can dial the number below. Thank you.